ഓ എടാ പടാ എഴുന്നേക്കെടാ, നമ്മുടെ രായണനെ കെട്ടിയതായിട്ട്. എവിടെ രാജാതിരാജ വിക്രമാദിത്യ വീരമണി കണ്ട ഭൂലോക ചെറ്റ പരമനാറി വിക്രമാദിത്യ മോഹനാനന്ദ കൂപ തിരുമനത്തിലായി ഇരുന്ന് മുള്ളുന്നേ, അയാളെ എഴുന്നള്ളുന്നേ, എന്നെ കുരു കെട്ടി. ഒന്ന് നിർത്തടാ, നിന്റെയൊക്കെ വിളി കേട്ടതും നാം ഇവിടെ തോറ്റ് സപ്ലി അടിച്ച് കിടക്കണമെന്നാ. ഒന്ന് കയറി പോടേ. രാജൻ വന്നാട്ടെ. ആ വന്നു. ആട്ടെ. അതല്ല, അങ്ങ് നിന്നാട്ടെ. ആ നിന്നു. ആ ആട്ടെ. അയ്യോ രാജൻ, അതല്ല, ഇവിടെ ഇരുന്നാട്ടേന്ന്. ആ ഇരുന്നു. ആട്ടെ. എന്താ നാം കിടന്നു പാടണോ? എങ്കിൽ നാം കിടന്നു പാട്ടി. നിന്റെ കുരു ഒന്ന് പോവുക. ഗുരുവിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നാം രാജഗുരുവിനെ പറ്റി ആലോചിച്ചത്. നമ്മുടെ രാജഗുരുവിന് എങ്ങനെയുണ്ട് മന്ത്രി? ഒന്നും പറയണ്ട രാജൻ, അന്യൻ ദേഹത്ത് കയറിയ മുതൽ രാജഗുരുവിന്റെ കാര്യം കഷ്ടമാണ്. എന്തെല്ലാം അക്രമങ്ങളാണ് അങ്ങേരി കൊട്ടാരത്തിൽ കാട്ടിക്കൂട്ടുന്നത് അറിയാമോ? നാം ഗുരുവിനെ ഒന്ന് വിളിച്ചു നോക്കാം. താങ്കൾ വിളിക്കുന്ന നമ്പർ ഇപ്പോൾ റേഞ്ചിന് പുറത്താണ്. ദയവായി അല്പസമയത്തിന് ശേഷം ശ്രമിക്കൂ. എന്താ നമ്മുടെ റേഞ്ച് പോയ കാര്യം അവള് പറഞ്ഞോ? സെന്റ് ഈശ്വര. ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. ഹലോ, ഗുരുവുണ്ടോ? ഗുരുവില്ല, കഷത്തൊരു പരുവുണ്ട്. അയ്യോ അതല്ല, രാജഗുരുവാണോ എന്നാണ് നാം ചോദിച്ചത്. രാജാവിന് കുരുവുണ്ടോന്ന് എനിക്കെങ്ങനെ അറിയാം? എടോ ഇത് ഞാനാണ് രാജൻ. ഹലോ ഹലോ. അയ്യോ കട്ടായി. കുരുവട്ടിയെടുക്കാൻ. മഹാരാജൻ ശത്രു പാളയത്തെത്തി. തമ്പാൻ രത്നന് മുമ്പ് ഓടി രക്ഷപ്പെട്ട് കളയാം. വാടാ. അത് പറയാ. നീ ആരാടാ? ഞാനാണ് രാജൻ. ഓ നീയാണോ രാജൻ? അപ്പൊ പിന്നെ നാം ആരാണ്? അയ്യോ രാജൻ, കൃപ കാണിക്കണം രാജൻ, കൃപ കാണിക്കണം. കൃപ കാണിക്കാൻ ഒന്നുമില്ല. ഓവർ ബ്രിഡ്ജിൽ നിന്നിട്ട് ഇടത്തോട്ട് നോക്കിയാ മതി. കൃപ തിയേറ്റർ നല്ലോലെ കാണാം. അയ്യോ രാജൻ, അവർ പറയുന്നു കൊട്ടാരം വളയുമെന്ന്. കൊട്ടാരം വളഞ്ഞാൽ അത് കെട്ടിയവനെ നാം വെടിവെച്ച് കൊല്ലും. എന്നെ വിളിച്ചോ രാജൻ? ഇല്ല റാണി, നാം നിന്നെ വിളിച്ചില്ല. അപ്പൊ പിന്നെ ആരോ വിളിച്ചതുപോലെ തോന്നിയതായിരിക്കും. പൊക്കളയാ. എടി പെണ്ണ റാണി, നീ പോണ്ട, നീ ഇങ്ങ് വാ. ചരക്കേ അല്ല ചക്കരെ, നീ ഇന്ന് രാവിലെ എവിടെ പോയിരുന്നു? ഞാനും തോഴിയും കൂടി. എന്താ കോഴിയോ? അല്ല, ഞാനും തോഴിയും കൂടി രാവിലെ ക്ഷേത്രത്തിൽ പോയിരുന്നു. എന്താ? നിന്റെ അമ്പലത്തിൽ വെച്ച് കണ്ട പലരും രാജൻ, നമ്മുടെ കൊട്ടാരക്കുളത്തിൽ ആരോ ചത്തു കിടക്കുന്നു. ചത്തു കിടന്നയാളിന് ഇതുപോലത്തെ ഒരു കിരീടമുണ്ടോ? ഇല്ല രാജൻ. ചത്തു കിടന്നയാളിന് ഇതുപോലത്തെ ഒരു മീശയുണ്ടോ? ഇല്ല രാജൻ. ചത്തു കിടന്നയാളിന് ഇതുപോലത്തെ ഒരു വാളുണ്ടോ? ഇല്ല രാജൻ. ഓ ഭാഗ്യം, അത് നാമല്ല. ആ രാജൻ അല്ല, പി രാജൻ. അതല്ല, ഇന്നൊരു സംഭവം ഉണ്ടായി. ഞാൻ അടുക്കളയിൽ കുക്ക് ചെയ്തോണ്ട് നിന്നപ്പോൾ എന്റെ ഈ പട്ട് സാരിയിൽ തീ പിടിച്ചു രാജൻ, തീ പിടിച്ചു. പിന്നെ തോഴിയാണ് രാജൻ തീ കെടുത്താൻ എന്നെ സഹായിച്ചത്. കരയണ്ട റാണി, കരയണ്ട. അങ്ങോട്ട് മാറി, ഇനി ഞാൻ സമാധാനിപ്പിക്കും. കരയണ്ട റാണി, കരയണ്ട. സുഗുണ കൈയെട്. ആറവിടെ. അല്ല മന്ത്രി, നീ പോയി ആ തോഴിയെ വിളിക്ക്. അവക്ക് നാം ഇന്ന് വച്ചിട്ടുണ്ട്. മന്ത്രി, നീ നേരത്തെ തോഴിയെ പോയി കണ്ടിരുന്നു അല്ലേ? പോയല്ല കണ്ടത്, കണ്ടാ പോയത്. റാണി, മന്ത്രി, എന്താ ഒരു ശബ്ദം കേട്ടത്? രാജൻ, അതാ രാജഗുരു എത്തിയാണെന്ന് തോന്നുന്നു. എന്താ രാജഗുരു എത്തിയെന്നോ? എങ്കിൽ രാജഗുരുവിനെ സ്വീകരിക്കാനുള്ള കുഴൽവിളികൾ മുഴങ്ങട്ടെ. എവിടാ? ഇന്നും നാം തന്നെ ഊതണം. രാജഗുരു എന്തൊക്കെയുണ്ട്? യാതൊക്കെ ഉണ്ട് എന്നാ? അയ്യോ അതല്ല, എന്തൊക്കെ ഉണ്ടെന്നാണ് നാം ചോദിച്ചത്. ആട്ടെ രാജഗുരു, ഇത്രയും നാൾ അങ്ങ് എവിടെയായിരുന്നു? ഞാൻ അങ്ങ് കാനഡയിലായിരുന്നു. എന്തിന്റെ ഇടയില്? അയ്യോ അതല്ല, ഞാനങ്ങ് കാനഡയിലായിരുന്നെന്ന്. ആട്ടെ രാജൻ. അതല്ല രാജൻ, അങ്ങ് കൊട്ടാരത്തിന്റെ കുളിമുറിയിൽ പുതിയ സ്വിമ്മിംഗ് പൂൾ കെട്ടിയല്ലേ? ഞാൻ വരുന്ന വഴിക്ക് അതിൽ കയറി ഒന്ന് കുളിച്ചു. അയ്യോ, അത് സ്വിമ്മിംഗ് പൂൾ അല്ല, നാം നമ്മുടെ അമ്മമ്മ മഹാറാണിക്ക് വേണ്ടി കെട്ടിയ പുതിയ യൂറോപ്യൻ ക്ലോസറ്റ് അല്ലേ? ചുമ്മാതല്ല, ഒരാളെങ്ങ നാറ്റം. രാജഗുരു, വരുന്ന ജംബ്രുവരി അല്ലേ നമ്മുടെ പിറന്നാൾ? ഒരു രാജ്യം ഭരിക്കുന്ന രാജാവാണ് പോലും അദ്ദേഹത്തിന്റെ പിറന്നാൾ ജംബ്രുവരി മാർച്ചിലല്ലേ രാജൻ അങ്ങയുടെ പിറന്നാൾ? രാജൻ ആഘോഷങ്ങളൊക്കെ നമുക്ക് ആർപ്പാടമാക്കണം. 6 പാവാടയല്ലേ, അത് ഞാൻ സംഘടിപ്പിക്കാം. ആഘോഷങ്ങൾക്കൊടുവിൽ നിനക്ക് നാം പട്ടം സമ്മാനമായി തരും. പട്ടം മാത്രം തന്നാ പോരാ. അതെന്താ? അത് പറത്താനുള്ള ഉണ്ടെന്നൊരു നിന്റെ അച്ഛൻ തരുമോ? എന്തായാലും ആഘോഷമല്ലേ,
രാജാവിന്റെ വലിയ സമ്മാനവും റാണിക്കൊരു കൊച്ചു സമ്മാനവും ഞാൻ തരും. എന്താ? നമുക്ക് വലിയ സമ്മാനം തരുന്നത് കൂടാതെ നീ റാണിക്ക് കൊച്ചിനെ കൂടി സമ്മാനം കൊടുക്കും, അല്ലടാ തെണ്ടി? അയ്യോ, രാജൻ, 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 എന്നെ രക്ഷിക്കണം. ഈ രാജഗുരു നമ്മുടെ തോഴിയെ കയറി പിടിക്കാൻ ശ്രമിച്ചു. എന്താ? നമ്മുടെ കൊട്ടാരത്തിൽ കയറി വന്നോ? നമ്മുടെ തോഴിയെ കയറി പിടിച്ചെന്നോ? ആരവിടെ? ഭട, മന്ത്രി, ആ രാജഗുരുവിനെ പിടിച്ച് തുറങ്കലിലടയ്ക്കൂ, അല്ല അവനെ ഇടിച്ച് മണ്ട പൊളന്നാരാ. രാജ, അതാര്? ഞാൻ അന്യൻ. അയ്യോ മന്ത്രി, അന്യൻ വന്നു. காமநாட்டி உன்னை தாண்டா ஏன்றா குண்டா மாதிரி விளையாடுற ஒரு அப்பாவி மாடின இந்த மாதிரி அடிக்கிற என்கிட்ட வாடா பார்க்கல. അയ്യോ അണ്ണ, യവൻ കൊല്ലും, യവൻ പെരിയ കൊള്ളക്കാരണ്ണ, ഓടി തള്ളിക്കള. അയ്യോ അണ്ണ, യവൻ പെരിയ കൊള്ളക്കാരണ്ണ, ഓടി തള്ളിക്കള, യവൻ കൊല്ലും. എന്റെ അമ്മോ, ഞാൻ എത്ര കണ്ടേക്കണം. ഓടി തള്ളിക്കള രായണ്ണ, ഓടി തള്ളു രായ, ഓടി തള്ളു. അയ്യോ, ഇവിടെ തള്ളാനും ആണൊന്നുമില്ലല്ലോ. എന്റെ പൊന്നെ, എന്നെ രക്ഷിക്കണേ. എടി പെണ്ണ റാണി, ഓടി തള്ളു റാണി, ഓടി തള്ളു. ராஜா, நீ பெரிய தப்பு பண்ணிட்டேன், எனக்கு மரண தண்டனை. അയ്യോ, നമ്മുടെ കൊട്ടാരത്തിന്റെ ചീത്തപ്പേര് മുഴുവൻ പോയി. മന്ത്രി, നാം ഇനി എന്ത് ചെയ്യും? രാജൻ, ഞാൻ ആലോചിച്ചിട്ട് നമ്മുടെ കൊട്ടാരത്തിന്റെ ചീത്തപ്പേര് കളയാൻ ഇനി ഒരു മാർഗമേ ഉള്ളൂ. എന്താ മന്ത്രി, ഒന്ന് ഉറഞ്ഞാലും. രാജൻ, നമുക്ക് ആ രാജഗുരുവിനെ നമ്മുടെ തൊഴിയെ കൊണ്ട് അങ്ങ് വേലി കഴിപ്പിച്ചാലോ? അയ്യോ, വ്യാളി മാത്രമാക്കണ്ട, ശംഖുമുഖം കോവളം എല്ലാം കളിച്ചിട്ട് വിട്ടാ മതി. ശരി മന്ത്രി, കെട്ടുമേളം മുഴക്കട്ടെ, കെട്ടുമേളം. എന്താ, അതും നാം തന്നെ മുഴക്കണോ? അങ്ങക്ക് ഈ കൊട്ടാര വിളപ്പൊക്കെ ഇഷ്ടപ്പെട്ടോ? ഈ കൊട്ടാര വിളപ്പിനേക്കാളും എനിക്കിഷ്ടപ്പെട്ടത് തോഴിയുടെ മട്ടുപ്പാവാണ്. എന്തോന്ന്? അതല്ല, തോഴിയുടെ മട്ടും പാവുമാണ് നമുക്ക് ഇഷ്ടപ്പെട്ടത്. അയ്യോ രാജഗുരു, അതാ ഒരു പൂമ്പാറ്റ. എങ്കിൽ സൂക്ഷിച്ചോ, പിറകെ ബാലരമയും ബാലമംഗളോ എല്ലാം വരും. രാജഗുരു, നമുക്ക് എന്തെങ്കിലും സംസാരിച്ചോണ്ടിരിക്കാം. അതൊക്കെ പോട്ടെ, രാജഗുരുവിന് ഇംഗ്ലീഷ് വാക്കാണോ മലയാളം വാക്കാണോ ഇഷ്ടം? ഇത് രണ്ടുമല്ല, എനിക്ക് ഇരുട്ട് വാക്കാണ് ഇഷ്ടം. ഓ തോഴി, നിന്നെ എന്തൊരു മണം. അതോ, അത് ഞാനൊരു സെന്റ് അടിച്ചതാ. ഹോ, ഈ കണക്കിന് നീ ഒരു ഏക്കറാങ്ങാനും അടിച്ചെങ്കിൽ ഞാൻ മണപ്പിച്ചെന്റെ അണ്ടാവ് കീറിയനെ. സംസാരിച്ച സമയം പോയത് അറിഞ്ഞില്ല. ഇതാ ഗുരു പാല്. എനിക്ക് പാൽ ഇഷ്ടമല്ലെന്ന് നിനക്ക് അറിഞ്ഞുവിടണേ. ഓ, എന്റെ ആദ്യ ഭർത്താവിന് പാൽ എന്ത് ഇഷ്ടമായിരുന്നു. എടി വഞ്ചകി, നീ എന്നെ പറ്റിക്കായിരുന്നല്ലേ? അയ്യോ അല്ലല്ല. டேய் காமநாட்டி, நீ தப்பு பண்ற. അയ്യോ അയ്യോ, എന്നെ വിട്, എനിക്ക് പേടിയാകുന്നു, എനിക്ക് പോണം. இல்லை, எனக்கு மரண தண்டனை. நின்னை எங்கேயும் போக விட மாட்டேன். விட மாட்டேன்? என்ன விட மாட்டேன்? என்னை இங்க இருந்து எங்கேயும் போக விட மாட்டேன். அயோக்கிய நாயே, உன்னை கொன்ன உன் ரத்தத்தை குடிச்ச ஓங்காரம் நடந்து விடுவேன்.